ഇത് പൊതുപരിപാടിയല്ല. തേവര കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശന് ഈ ക്യാമ്പസിലെ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാം ചേർന്ന് നൽകുന്ന സ്വീകരണമാണ്. ഞാൻ ഈ കോളേജിൽ പഠിച്ചൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ, ഇവിടെ നിന്ന് മുന്നോട്ട് പോയൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ കോളേജിന്റെ ഒരു ക്ഷണം സ്വീകരിച്ച് ഞാൻ ഈ പരിപാടിയിൽ വന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ചിരിക്കുക, പുഞ്ചിരിക്കുക, സുസ്മേരവദനായി നിൽക്കുക എന്നത് ഞാൻ പഠിച്ച എൻ്റെ രാഷ്ട്രീയമാണ്. അതിന് മറുപടി പറയാൻ ഞാൻ ആളല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അല്ല, അദ്ദേഹം കണ്ടോ ഇല്ലയോ എന്നതിന്റെ മറുപടി ഞാനല്ലല്ലോ പറയേണ്ടത്. എനിക്കറിയില്ലല്ലോ സ്വാഭാവികമായും. അല്ല, ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ ശൈലിയെ ചോദ്യം ചെയ്യുകയോ അദ്ദേഹത്തിന്റെ പ്രവർത്തികളെ വിമർശിക്കുകയോ ചെയ്യേണ്ട ഒരാളല്ല ഞാൻ. അങ്ങനെ നിങ്ങൾ ആരും ധരിക്കേണ്ട കാര്യമില്ല. ഞാൻ UDF സർക്കാരിൻ്റെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഈ KSUവും സർക്കാരും തമ്മിൽ പോരെ എന്ന് നിങ്ങൾ വലിയ ടാഗ് ലൈനുകൾ കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് സ്വതന്ത്രമായി ഞങ്ങളുടെ നിലപാട് പറയാനും എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനും ഈ പാർട്ടി ഞങ്ങൾക്ക് അവകാശം തരുന്നുണ്ടെന്നേ. ഇതൊരു ജനാധിപത്യ ഒരിക്കലുമല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും ഹിന്ദു ഐക്യവേദിയെ കണ്ട വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു ചരടിൽ അതിനെ കോർത്തിണക്കേണ്ട കാര്യമില്ല എന്നതാണ് സംസ്ഥാന KSU കമ്മിറ്റിയുടെ അഭിപ്രായം. അല്ല, നിങ്ങളുടെ പോരാട്ടത്തിന്റെ ഫലമായി അധികാരത്തിലെത്തിയ സർക്കാരിന്റെ തലവൻ നിങ്ങളുടെ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകുന്നില്ല, പകരം ഹിന്ദു ഐക്യവേദി നേതാവിനെ കാണുന്നു. അതാണ് വിമർശന വിധേയമാകുന്നത്. അല്ല, ഞാൻ സൂചിപ്പിച്ചല്ലോ, ഒരു രാത്രി ഇരുട്ടി വെളുത്തു എന്നതുകൊണ്ടൊന്നും ലോകാവസാനം സംഭവിക്കുന്നില്ല. ഞാൻ പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തുണ്ട്. നിരന്തരമായി അദ്ദേഹത്തെ കാണാനുള്ള അവസരം തീർച്ചയായിട്ടും. കാരണം വി.ഡി. സതീശൻ എൻ്റെ കൂടി നേതാവാണ്. കോൺഗ്രസ്സുകാരുടെ അല്ലെങ്കിൽ UDFന്റെ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ കയറുമ്പോൾ വന്ന മുഖ്യമന്ത്രി എൻ്റെ കൂടി നേതാവാണ് വി.ഡി. സതീശൻ. പിന്നെ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, അതിൻ്റെ ക്യാപ്സ്യൂളുകൾ അല്ലെങ്കിൽ പലതരത്തിൽ ഇത് പറയുന്ന ആളുകൾ ആരാണ്? ഇടതുപക്ഷത്തിൻ്റെ ആളുകളാണ്, SFIയുടെയും DYFIയുടെയും ആളുകളാണ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 10 വർഷത്തിൽ കേരളത്തിൽ അധികാരത്തിലിരുന്ന പിണറായി വിജയൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ SFIക്കാർക്ക് ഒരു അവകാശം ലഭിച്ചിരുന്നോ? വളരെ ലളിതമായ ചോദ്യമാണ്. ഞാൻ പറയുന്നതിന് നിങ്ങളൊന്ന് കേൾക്കാനുള്ള ഒരു ക്ഷമ സ്വാഭാവികമായിട്ടും കേൾക്കുക. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ 10 വർഷക്കാലത്തിൽ കേരളത്തിൽ പിണറായി വിജയൻ അധികാരത്തിലിരുന്നപ്പോൾ ഒരു SFIക്കാരനോ DYFIക്കാരനോ ആ സർക്കാരിന് നേരെ എന്തെങ്കിലും വിരൽ ചൂണ്ടാനോ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനോ ഇത് തിരുത്തണമെന്ന് പറയാനുള്ള ഒരു ആർജവം കാണിച്ചിട്ടില്ല. ആ ആർജവം കാണിച്ചാൽ അതിനെ ഉൾക്കൊള്ളുന്ന മുഖ്യമന്ത്രി അല്ലായിരുന്നു പിണറായി വിജയൻ. അല്ല, പിന്നെ ഞങ്ങൾ ശീലിച്ച രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന് പറയുമ്പോഴും എല്ലാ കാലഘട്ടത്തിലും സ്വതന്ത്രമായിട്ടുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് KSU എന്ന് പറയുന്നത്. കേരളത്തിൽ ഭരണത്തിൽ ഇരിക്കുമ്പോഴോ പ്രതിപക്ഷത്തായിരിക്കുമ്പോഴോ ഞങ്ങൾക്ക് രണ്ട് നിലപാടുകളില്ല. എന്നും വിദ്യാർത്ഥിപക്ഷ അവകാശങ്ങൾ ഏതെല്ലാം കാലഘട്ടത്തിൽ അതിന് ധ്വംസനങ്ങൾ ഉണ്ടാകുന്നു ആ ഘട്ടങ്ങളിലെല്ലാം കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടുള്ളത് ഭരിക്കുന്ന കൊടിയുടെ നിറം നോക്കാതെ നിലപാട് പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണ് KSU എന്ന് പറയുന്നത്. അല്ല, അത് പറയാനുള്ള രാഷ്ട്രീയ വലുപ്പം എനിക്കില്ലല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മര്യാദയെപ്പറ്റി ചോദ്യം ചെയ്യാനോ അതിനെപ്പറ്റി വിലയിരുത്താനോ അതിന് മറുപടി പറയാനോ വലുപ്പമുള്ള ഒരാളല്ല ഞാൻ. ഞാൻ സ്വാഭാവികമായിട്ടും ആദ്യമായിട്ടാണ് ഈ മാധ്യമങ്ങൾ, കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങൾ എന്നെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി നേരിട്ട് കണ്ടതിന് ശേഷം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ആശങ്കകൾ, ഞങ്ങളുടെ പരിഭവങ്ങൾ, ഞങ്ങളുടെ സങ്കടങ്ങൾ, ഞങ്ങളുടെ നിലവിളികൾ അത് ഞങ്ങൾ ഈ സർക്കാരിൻ്റെ മുൻപിൽ ഞങ്ങൾ പറയും. ഞങ്ങൾക്ക് ഇന്ന് കേരളത്തിലെ ബഹുമാനപ്പെട്ട KPCCയുടെ നേതൃത്വം ഞാനുമായി സംസാരിച്ചിരുന്നു. KSUവിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാമെന്ന് പാർട്ടി നേതൃത്വം പറയുമ്പോൾ ഞാൻ പരസ്യമായി നിന്നുകൊണ്ട് കേരളത്തിൻ്റെ സർക്കാരിനെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഇതിൻ്റെ പ്രവർത്തികളെ പറ്റിയോ ഞാൻ പറയുന്നത് ശരിയല്ല എന്നെൻ്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഈ പാർട്ടി എനിക്കൊരു അവസരം നൽകിയിട്ടുണ്ട് എൻ്റെ പ്രയാസങ്ങൾ, ഈ സംഘടനയുടെ പ്രയാസങ്ങൾ, വിഷമതകൾ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ പാർട്ടി നേതാക്കന്മാരുടെ മുൻപിൽ, KPCCയുടെ മുൻപിൽ, ഈ സർക്കാരിൻ്റെ മുൻപിൽ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ നിലപാടുകൾ ഞങ്ങൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും.
അല്ല, അതിൽ സ്വാഭാവികമായിട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെയോ KSUവിൻ്റെയോ മാത്രം മുഖ്യമന്ത്രിയല്ല, അദ്ദേഹം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുഖ്യമന്ത്രിയാണ്. എത്രയോ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വ്യാപൃതനായി മുന്നോട്ട് പോകണം. ഞാൻ ഈ പരിപാടിയിൽ ഞാൻ രാഷ്ട്രീയം കലർത്താനോ രാഷ്ട്രീയപരമായി ഒരു വാക്ക് പോലും സംസാരിക്കരുതെന്ന് കരുതി ഞാൻ വന്നിരുന്ന ഒരാളാണ്. ഇത് പൊതുപരിപാടിയല്ല. തേവര കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശന് ഈ ക്യാമ്പസിലെ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാം ചേർന്ന് നൽകുന്ന സ്വീകരണമാണ്. ഞാൻ ഈ കോളേജിൽ പഠിച്ചൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ, ഇവിടെ നിന്ന് മുന്നോട്ട് പോയൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ കോളേജിന്റെ ഒരു ക്ഷണം സ്വീകരിച്ച് ഞാൻ ഈ പരിപാടിയിൽ വന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ചിരിക്കുക, പുഞ്ചിരിക്കുക, സുസ്മേരവദനായി നിൽക്കുക എന്നത് ഞാൻ പഠിച്ച എൻ്റെ രാഷ്ട്രീയമാണ്. അതിന് മറുപടി പറയാൻ ഞാൻ ആളല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അല്ല, അദ്ദേഹം കണ്ടോ ഇല്ലയോ എന്നതിന്റെ മറുപടി ഞാനല്ലല്ലോ പറയേണ്ടത്. എനിക്കറിയില്ലല്ലോ സ്വാഭാവികമായും. അല്ല, ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ ശൈലിയെ ചോദ്യം ചെയ്യുകയോ അദ്ദേഹത്തിന്റെ പ്രവർത്തികളെ വിമർശിക്കുകയോ ചെയ്യേണ്ട ഒരാളല്ല ഞാൻ. അങ്ങനെ നിങ്ങൾ ആരും ധരിക്കേണ്ട കാര്യമില്ല. ഞാൻ UDF സർക്കാരിൻ്റെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഈ KSUവും സർക്കാരും തമ്മിൽ പോര് എന്ന് നിങ്ങൾ വലിയ ടാഗ് ലൈനുകൾ കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് സ്വതന്ത്രമായി ഞങ്ങളുടെ നിലപാട് പറയാനും എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനും ഈ പാർട്ടി ഞങ്ങൾക്ക് അവകാശം തരുന്നുണ്ടെന്നേ. ഇതൊരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. KPCC നേതൃത്വത്തെ കാണും.